ബ്രിട്ടീഷ് ഭരണകാലത്തെ വാണിജ്യകേന്ദ്രമായിരുന്നു കോഴിക്കോട്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കലവറയായ വയനാട്ടിലേക്ക് ഉള്ള യാത്ര ദുർഘടം പിടിച്ചതായിരുന്നു. വയനാട് താമരശ്ശേരി ചുരം പാത കണ്ടെത്താൻ ആദിവാസി മൂപ്പൻ ആയിരുന്ന വന്യജീവികളുടെ സങ്കേതമായ കാടിൻ്റെ മുക്കുമൂലയും അറിയുന്ന കരിന്തണ്ടൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. കാട് നശിപ്പിക്കില്ല, കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾക്ക് കൂടുതൽ വില നൽകും എന്ന നിബന്ധനയിൽ കരിന്തണ്ടൻ നായകളുടെയും കന്നുകാലികളുടെയും സഹായത്താൽ താമരശ്ശേരിയിൽ നിന്നും വയനാട്ടിലേക്കുള്ള എളുപ്പവഴി കാണിച്ചു കൊടുക്കുന്നു. ബുദ്ധിമാനായ കരിന്തണ്ടൻ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണി ആകുമെന്ന് കരുതി ബ്രിട്ടീഷുകാർ നിഷ്ഠൂരമായി കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുന്നു. കരിന്തണ്ടൻ്റെ ഭൗതിക ശരീരം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ആത്മാവിന് നിത്യശാന്തി ലഭിക്കാതെ ഗതി കിട്ടാതെ അലഞ്ഞ മൂപ്പൻ്റെ ആത്മാവ് അക്രമാസക്തമാവുകയും നിരന്തരം ചുരത്തിൽ അപകടമരണങ്ങൾ നിത്യസംഭവമാവുകയും ചെയ്തു. ഇതിൽ നിന്നും രക്ഷ നേടാനായി കരിന്തണ്ടൻ്റെ ആത്മാവിനെ ലക്കടിയിലുള്ള ഈ വൻമരത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. ഈ മരത്തണലിൽ ആദിവാസി മൂപ്പൻ കരിന്തണ്ടൻ്റെ പ്രതിമ പ്രതിഷ്ഠിച്ചു. കാലക്രമേണ ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞ് പൂജാദി കർമ്മങ്ങൾ നടത്തി വരുന്നു. ചുരത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ യാത്രക്കാർ ഒരു അപകടവും പറ്റാതിരിക്കാൻ ഇവിടെ കാണിക്ക ഇട്ടാണ് പോകാറ്. ചായ